അന്നത് അജീഷിന്റെ ഇതിന് റിട്ടയർമെന്റ് അജീഷിന്റെ വൈഫിന്റെ താൽക്കാലിക ഇപ്പൊ കൊടുത്ത ഓർഡറില് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഓൾറെഡി അവര് താൽക്കാലികമാണ്, അപ്പൊ അത് പെർമനന്റ് ആക്കിയാൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓർഡറിൽ താൽക്കാലിക വാച്ച് എന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞുതരാം, നമുക്ക് സംസാരിക്കാം കേട്ടാ. എന്നാലും ഈ ഇന്നത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് സംസാരിച്ച് എല്ലാവരോടും സംസാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കാം കേട്ടാ. നിലവിൽ നമുക്ക് മെച്ചപ്പെട്ട ഇവിടെ 2 വാച്ചർമാരല്ലേ ഉള്ളൂ. നിങ്ങളും പിന്നെ ആരാണ്? 2 വാച്ചർമാർ ആദ്യമായിട്ട് നടന്ന സംഭവം കഴിഞ്ഞപ്പോഴും ഞാനും ജീവോടെ ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് പുള്ളിക്കാരനാണ് സംഭവം നടന്നെന്ന് വിളിച്ചറിയിക്കുന്ന വാച്ചർമാരെയാണ്. ഇങ്ങനെ ഇൻസിഡന്റ് സ്വന്തം ഭാര്യക്കാണെന്നൊന്നും പുള്ളി അറിയില്ല, ആരാണെന്നൊന്നും അറിയില്ല. രാവിലെ ഇവിടുന്ന് ഇറക്കി വിട്ടതിന് ശേഷം മൂപ്പര് വേറെ സൈറ്റിൽ പോയി. അപ്പോഴാണ് വിളിച്ചു പറഞ്ഞത്, അറിവോട് വിളിച്ചു വരുന്നത് വാച്ചർമാരോട് ഇങ്ങനെ സംഭവം കുറെ കൂടെ ഇവിടെയുള്ള ഈ കുടുംബങ്ങൾക്കൊക്കെ ഒരു വലിയ ഗുണമാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം, ഇവിടെയുള്ള ഈ കുടുംബങ്ങൾക്ക് കൃത്യമായിട്ട് ഈ കാടിനെ കുറിച്ച് അറിയാം. ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പ്രയാസമുണ്ടല്ലോ. ഇവിടെ 2 പേര് വരുന്നത് ഇവർ മാത്രമേ ഉള്ളൂ. ഇവിടെ എത്രയോ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിസ്സാര കാരണത്തിന്റെ പേരിൽ ആ ആളുകളെ ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ആളുകളും അവരിതിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം. വിജയൻ അടക്കമുള്ള ആളുകൾ ഇതിന് കാടിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളുകൾ. നാല് പേരുണ്ടായിട്ടുള്ളൂ വാച്ചർമാർ. ഇപ്പൊ 2 പേര് വിജയനും വളരെ എനിക്ക് കൊടുക്കുന്ന ടൈമല്ല. ഏതെങ്കിലും രാത്രി ഓടണം. 2 പേര് എന്തെങ്കിലും 2 പേരാവണം. ഈ രാത്രി ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളത്തിന്റെ പേരിൽ ഞങ്ങൾ കുറെ താമസമുണ്ട്. അന്നൊക്കെ കിട്ടുമ്പോ 6 മാസം കഴിഞ്ഞിട്ട് അവർക്ക് ശമ്പളം കൊടുത്തത്. അതും ഫുള്ളും കൊടുക്കില്ല. 6 മാസം കൂടുമ്പോൾ ചിലപ്പോൾ 1-2 മാസം ശമ്പളം കൊടുക്കും. അവരവസ്ഥയിലല്ല. ഇപ്പൊ എത്ര മാസം പെൻഡിങ് ഉണ്ട്? ജനുവരി അടുത്ത് 2 മാസത്തെ കഴിഞ്ഞ മാസമാണ് കിട്ടിയത്.
രൂപത്തിലുള്ളതാണ് കൊടുക്കുന്നത്. ദിവസം കൊടുക്കുന്നത് ഇവര് ജോലി ചെയ്യുന്ന സാർ 24 മണിക്കൂർ ജോലിയാണ്. രണ്ടുപേരെ പിരിച്ചു വിട്ടില്ലേ? കാട് അറിയുന്ന ആളുകളാണ്. ഈ ഭാഗത്തുള്ള ഈ പ്രദേശത്തെ മുഴുവൻ പോലെ എങ്ങനെ വരാമെന്ന് അറിയുന്ന ആളുകളാണ്. നമുക്ക് കൃത്യമായിട്ട് നാട്ടുകാർക്ക് അറിയില്ല. കൃത്യമായിട്ട് നാട്ടിലെ ഉള്ളിൽ കയറി ഇവർക്ക് കൃത്യമായിട്ട് കട അറിയാം. ഈ ചേട്ടനൊക്കെ ഇവർ 4 പേര്. ഒരു മാസത്തേക്കാണ് എങ്ങനെ താൽക്കാലികമായി നിർത്തിവെച്ചത്. അത് ഒരു കൊല്ലത്തിനും ഒരു വർഷത്തിന് മേലെയാണ്. ഇവിടെ ഈ വന്യമൃഗങ്ങളെ കൊണ്ടുവന്നിട്ട് ഇതുപോലെയുള്ള സംവിധാനം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ഇപ്പൊ കാട് വരുമ്പോൾ അറിയാം, ഏകദേശം 1 കിലോമീറ്ററോളം കാടാണ്. ഇവിടെ വന്ന് പാതിരാത്രി കൊണ്ടുവിടുമ്പോൾ ഇവിടെയുള്ള ആരും അറിയില്ല. ഇവിടെ നിന്നുള്ള വാച്ചർമാരെ പോലും അറിയിക്കാറ്. കാരണം അവർ സമ്മതിക്കില്ല ഈ പ്രദേശത്തുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ എന്നുള്ള അവർ തടയും. അതുകൊണ്ട് അവർ പോലും അറിയാതെയാണ് ഇവിടെ പലപ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നത്. ആ ഒരു സാഹചര്യമാണ് വേറൊരു അപാകതയുണ്ട്. കാരണം ഈ ഇൻസിഡന്റ് നടക്കുന്നതിന് 3-4 ദിവസങ്ങൾക്ക് മുമ്പ് 3-4 കുടുംബങ്ങളിൽ മാത്രമേ ഇവര് ഒരു ചെറിയൊരു ശ്രദ്ധിക്കണം പോകുന്ന മീറ്റിംഗ് വിളിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. മീറ്റിംഗ് വിളിച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾ 3-4 ആളുകൾ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നാട്ടുകാരെങ്കിലും ഈ ഒരു മരണത്തിന് ചിലപ്പം ഒരു സാധ്യതയായിരിക്കും. അത് 3-4 ആളുകൾ മാത്രമേ കാട്ടുവഴിയിലൂടെ സഞ്ചരിക്കാവൂ. കാട്ടിൽ കയറരുത്. അത് മാത്രമല്ല, നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിങ്ങൾ പറഞ്ഞേൽപ്പിക്കണം ഏത് വഴിയിലൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞേൽപ്പിക്കണം എന്ന് പോലും പറഞ്ഞു. അത് അവർ പറയുന്നത് സ്വാഭാവിക അവരുടെ ബോധവൽക്കരണത്തിന്റെ ഭാഗമാണെന്ന്. കാരണം മറ്റു സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഒരു ബോധവൽക്കരണം നടന്നതായിട്ട് നമുക്ക് അറിയില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് സംസ്ഥാന വ്യാപകമായിട്ട് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് സംസ്ഥാന വ്യാപകമായി ഞങ്ങളുടെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നടന്നതാണ് എന്ന് മാത്രമാണ് പറഞ്ഞത്. ആകെ പറഞ്ഞിരിക്കുന്ന 2 കോടതികൾ മാത്രം കോടിമൂടി ഇവിടെ 2 സ്ഥലത്ത് പോയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്തിന് ഇതും കൂടി കൂട്ടി വായിക്കപ്പെടുമ്പോൾ അത് എന്തിന് എന്നുള്ള ഒരു ആശങ്കയും എല്ലാ വീട്ടിലും ഒരു കരിയില അനങ്ങിയാൽ പോലും പേടിയാണ്. ഇത് നമ്മൾ കുറേ നാളുകളായി നമ്മൾ ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ 3.5 വർഷക്കാലം കേരളത്തിൻ്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട 4 അടിയന്തര പ്രമേയങ്ങൾ തന്നെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിരവധി മെമ്പർമാർ പ്രതിപക്ഷത്ത് നിന്ന് ഈ വിഷയം ശക്തിയായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ഒരേ മറുപടിയും ഒരു നിസ്സംഗതയുമാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ടാണ് ആവർത്തിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. ഇതൊരു ഗുരുതരമായ വിഷയമാണ്. കേരളത്തിൻ്റെ ഒരു മുൻഗണനയിൽ വരേണ്ട വിഷയമാണ്. അത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഈ മലയോര സമരയാത്ര സംഘടിപ്പിച്ചത്. സത്യത്തിൽ ഇത് തുടങ്ങുമ്പോൾ, ഈ യാത്ര തുടങ്ങുന്നതിൻ്റെ തലേദിവസം ഉണ്ടായ ഈ സംഭവം കൂടി ആയപ്പോൾ എത്രമാത്രം ഗൗരവമായ ഒരു വിഷയമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടത് എന്ന് പൊതുസമൂഹം ബോധ്യമായി. ഈ 2 വിഷയങ്ങളാണുള്ളത്. ഞങ്ങൾ ഇതുമായി പോകുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുണ്ട് ഗവൺമെന്റിന് മുന്നിൽ. ഈ ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ് സർക്കാർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ കാര്യങ്ങൾ ഞങ്ങൾ പറയും. അത് എല്ലാ വിഭാഗം ആളുകളുമായി ഉള്ള കൂടിയാലോചനകൾ നടത്തിയിട്ടാണത് പറയുന്നത്. ഇപ്പോൾ തന്നെയുള്ള പ്രശ്നം പരമ്പരാഗതമായി ഈ ആക്രമണങ്ങൾ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ഇല്ലേ? മതിലുകളുണ്ട്, കിടങ്ങൾ നിർമ്മിക്കും, സൗരോർജ്ജ വേലി ഉണ്ടാക്കും, അതുപോലെ റെയിൽ ഗാർഡ് ഉണ്ടാക്കും, ഒരുപാട് കാര്യങ്ങൾ. നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ 4 വർഷമായി ഇത്തരം ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്നിട്ട് ഗവർണറുടെ പ്രസംഗത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറയുകയാണ് കുറഞ്ഞു വരികയാണ്. അപ്പൊ ഞങ്ങൾ കണക്കെടുത്ത് കാണിച്ചു. കണക്ക് ഞങ്ങളുണ്ടാക്കിയ കണക്കല്ല, സർക്കാരിൻ്റെ തന്നെ ഒരു കണക്കുണ്ട്. ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. 2019, 20 തൊട്ട് 24, 25 വരെയുള്ള വർഷങ്ങളിൽ ഇതിന്റെ എണ്ണം ഭയങ്കരമായി കൂടി. സത്യത്തിൽ കഴിഞ്ഞ ഒരു 7-8 വർഷം കൊണ്ട് 60,000-ത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിലുണ്ടായി. എന്നിട്ടാണ് കുറഞ്ഞു വരിക എന്ന് പറയുന്നത്. 1000-ത്തിലധികം പേര് മരിച്ചു. അപ്പോൾ ഇത് ഗൗരവത്തോടു കൂടി എടുത്തവർ. പിന്നെ മറ്റു പല സംസ്ഥാനങ്ങളും ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കുകയാണ്, ഡിറ്ററന്റുകൾ ഉപയോഗിക്കുകയാണ്.
ഒന്ന്, ഇത് വരുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി പറയാൻ കഴിയാവുന്ന സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഇനി ഏത് തരത്തിലുള്ള മൃഗങ്ങളാണ് വരുന്നതെങ്കിലും അതിനെ തിരിച്ചോടിക്കാൻ, കാട്ടിലേക്ക് ഓടിക്കാൻ ഉള്ള സംവിധാനങ്ങൾ പല സ്ഥലത്ത് ഏർപ്പെടുത്തി. തമിഴ്നാടും കർണാടകയും മധ്യപ്രദേശും ഹിമാചലൊക്കെ ഏർപ്പെടുത്തി. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ വനവകുപ്പും വന്യജീവി വകുപ്പും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. ലോകം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തെല്ലാം സങ്കേതങ്ങളും ഡിവൈസസുമാണ്, എന്തെല്ലാം മെക്കാനിസമാണ് പുതിയതായിട്ടുണ്ടായിരിക്കുന്നത്. പഴയത് ചെയ്യുന്നുമില്ല, പുതിയതിനെ കുറിച്ച് ആലോചിക്കുന്നുമില്ല. ഇത് രണ്ടും ചെയ്യാതെ ഞങ്ങളുടെ പരാതി, സർക്കാർ ജനങ്ങളെ, മലയോരത്തെ ജനങ്ങളെ അവരുടെ വിധിക്ക് വിധി എന്താണോ അതുപോലെ ആയിക്കോട്ടെ എന്ന്. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിസ്സംഗതയാണ്. വന്യജീവി നിയമത്തിന് ഭേദഗതി വരുത്തണം. കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള മുഴുവൻ UDF MP-മാരും ആ കാര്യത്തിൽ അതിശക്തമായ നിലപാടെടുക്കുകയാണ്. പാർലമെന്റിൽ ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ ഏറ്റവും ശക്തിയായി എല്ലാ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള മുഴുവൻ അംഗങ്ങളും UDF അംഗങ്ങളും ഈ വന്യജീവി നിയമത്തിന് ഭേദഗതി ആവശ്യമായ കാലാനുസൃതമായ ഭേദഗതി വരുത്തണം എന്നുള്ള നിലപാട് ശക്തിപ്പെടുത്തുകയാണ്. അത് വേണം. പക്ഷേ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ? ഇപ്പൊ ഈ നഷ്ടപരിഹാരം, ഇപ്പോൾ വാച്ചർമാർ ഇവിടെ തന്നെ പറഞ്ഞില്ല, വാച്ചർമാരില്ല, ആവശ്യത്തിന് വാച്ചർമാരില്ല, കാർഡ് അറിയുന്ന വാച്ചർമാർ വേണ്ടേ? അവർക്കല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആവശ്യത്തിലുള്ള സ്റ്റാഫില്ല, സംവിധാനങ്ങളില്ല. ഇതൊരു കടുവ ഇറങ്ങി എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ ഒരേ സമയത്ത് 4-5 കടുവ ഇറങ്ങിയ എന്ത് ചെയ്യാനാ? എങ്ങനെ പുറത്തിറങ്ങും? എങ്ങനെ? ഭീതിയാണ്, എല്ലാവരുടെയും മനസ്സിൽ ഭീതിയാണ്. നിങ്ങൾക്കറിയാം, മാനന്തവാടിയിൽ അജീഷിന്റെ വീട്ടിൽ പോയപ്പോൾ അജീഷിന്റെ കുഞ്ഞു മകള് നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇല്ലേ? ഇനിയെങ്കിലും എന്നെ പോലെ ഒരു അനാഥ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നാണ് നമ്മളോട് ചോദിച്ചത്. നമ്മളോട് എല്ലാവരോടുള്ള ചോദ്യമല്ലേ? അപ്പോൾ ഒരു സർക്കാർ ഈ നിസ്സംഗത വെടിഞ്ഞ് ഗൗരവതരമായി കൂടിയാലോചനകൾ നടത്തി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. അതിൽ സർക്കാരിന്മേൽ, ഇരു സർക്കാരിന്റെ മീതെയും ശക്തമായ സമ്മർദ്ദം കൂടിയാണ് ഞങ്ങൾ ഈ മലയോര സമരയാത്രയുമായി പോയിരിക്കുന്നത്. KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറയണ്ടായി, ഞാനുള്ള കാലത്തും ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്തും ഇത്തരത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് സാധാരണ എല്ലാ കാലത്തും ഉണ്ടാകാറുള്ളതാണ്. അതിന് കാര്യമായ അല്ല, എല്ലാ കാലത്തും അതെന്താ തെറ്റെന്താ പറഞ്ഞാൽ എന്താ തെറ്റ്? അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞത് അതുകൂടി നിങ്ങൾ കേട്ടില്ലേ? അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞല്ലോ. ചെയ്ത കാര്യങ്ങൾ അന്ന് കിടങ്ങു കുഴിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ തന്നെ ഈ വയനാട്ട്, ഇവിടെ കണ്ണൂരിൽ ആറളത്ത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്താണ് 13 കോടി രൂപ മുടക്കിയിട്ട് മതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങളുടെ വ്യാഖ്യാനമാണ്, കേരളീയുടെ വ്യാഖ്യാനമാണ്. അദ്ദേഹം പറഞ്ഞത് അന്ന് ഇത്രയും വലിയ ആക്രമണങ്ങൾ ഇല്ല, ഇത്രയും എണ്ണം കൂടിയിട്ടില്ല, ഇത്രയും പെരുപ്പോ ഇല്ല. എന്നിട്ട് പോലും അന്ന് ഈ പരമ്പരാഗതമായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, എത്ര വർഷം മുമ്പുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത്? 20 വർഷം മുമ്പ്. അദ്ദേഹം മന്ത്രിയായിരുന്നത് 20 വർഷം മുമ്പ്. MM ഹസൻ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. 20 വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ 20 വർഷം കൊണ്ട് ഈ വയനാട്ടിൽ അന്ന് 150 കടുവ ഉണ്ടോ? 150 കടുവ ഇല്ല. ഇത്രയും ആനകൾ ഇറങ്ങാറുണ്ടോ? ഇല്ല. ഇത്രയും പന്നിക്കൂട്ടം ആക്രമിക്കാറുണ്ടോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാവും, ഇടയ്ക്ക് ഇറങ്ങി വരും. 20 വർഷം മുമ്പുള്ള സ്ഥിതി അല്ല ഇന്നത്തെ സ്ഥിതി. 20 ഇത്രയും നടപടികൾ അന്നത്തെ സർക്കാരുകൾ സ്വീകരിച്ചപ്പോ ഞാൻ ഇന്ന് 4 വർഷം ഒന്നും ചെയ്തിട്ടില്ല, 0 ആണ്. ചെലവാക്കിയേക്കണ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയിരിക്കുന്നത് 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല. ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ, മന്ത്രി മിണ്ടിയില്ലല്ലോ. അതെന്താ? അതാണ് ഞാൻ പറഞ്ഞത്, വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക എന്ന് പറഞ്ഞു. വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക. 20 വർഷത്തിനുള്ളിൽ മൃഗങ്ങളുടെ എണ്ണം എത്രമാത്രമാണ് വർദ്ധിച്ചിരിക്കുന്നത്? അജീഷിന്റെ കുടുംബത്തിന് കുറെ വാഗ്ദാനം കൊടുത്തിരുന്നു. ജോലി നൽകും, 40 ലക്ഷം രൂപ നൽകും, അത് മന്ത്രിസഭ തീരുമാനിക്കും, ചർച്ച ചെയ്യും, മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കും. ഇതൊന്നും തന്നെ നടപ്പായിട്ടില്ല. അജീഷിന്റെ കുടുംബത്തിന്, അതുപോലെ തന്നെ ജസ്റ്റിന്റെ ഭാര്യയ്ക്ക് കണ്ണൂരിലെ പള്ളിയിൽ, ഭാര്യയും ഭർത്താവും കൂടി പള്ളിയിൽ പോകുമ്പോൾ ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഭർത്താവിനെ, ജസ്റ്റിനെ ചവിട്ടി കൊന്നു ആന ഇല്ലേ? ഇവിടെ ഇന്നലെ ഞങ്ങള് കൊട്ടിയൂരി ചെന്ന് കഴിഞ്ഞപ്പോൾ ആന ചവിട്ടിയിട്ട് കാലെന്ന് വെച്ചാൽ കാലില് ഇഷ്ടംപോലെ ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു. നെഞ്ചിലാന കാല് വെച്ചു, അതുകൊണ്ട് ആന തന്നെ കാലെടുത്ത് മാറ്റി. പക്ഷെ കാല് വെച്ചപ്പോ തന്നെ 6-7 റിബ് വരിയെല്ലാം ഒടിഞ്ഞുപോയി. 15 ലക്ഷം 1 രൂപ കൊടുത്തിട്ടില്ല, 1 രൂപ കൊടുത്തിട്ടില്ല. ഗുരുതരമായി പറ്റിയ 1000-ലധികം ആളുകൾ ഈ ആക്രമണങ്ങൾ. പലർക്കും ചികിത്സാ ചെലവ് പോലും കൊടുക്കുന്നില്ല. അജീഷിന്റെ കുടുംബത്തിനോട് പാലിച്ച വാക്ക്
ചെയ്തില്ല. ജസ്റ്റിന്റെ കുടുംബത്തോട് പാലിച്ച വാക്ക് ചെയ്തില്ല. ഒരുപാട് പേര് മരിച്ചവരുടെ കുടുംബങ്ങൾ അനാഥരായി നിൽക്കുന്നു. ജീവിക്കുന്ന രക്തസാക്ഷികൾ ഒരുപാട് നിൽക്കുന്നു. വൈഷ്ണവിന്റെ ഇങ്ങനെ ആന ചവിട്ടിയിട്ട് കിടക്കുകയാണ്. ചികിത്സിക്കാൻ പോലും സർക്കാർ പണം കൊടുക്കാത്ത സ്ഥിതിയാണ്. 4000-ഓളം ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട്, പെൻഡിങ് ആണ്. 10 ലക്ഷം രൂപ മാത്രമേ വനംവകുപ്പിന് നൽകാനുള്ള നിയമമുള്ളൂ. അതുമാത്രമല്ല, ഇത്രയും കാലം ഭരിച്ചത് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്, അതിനുശേഷം ഭരിച്ചത് BJP ആണ്. നിങ്ങൾ ആ സമയത്ത് പ്രതിപക്ഷത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് കേന്ദ്ര വന നിയമം 1972 മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? 1972 വന നിയമത്തിന് ഒരു കുഴപ്പമില്ല. അന്ന് എല്ലാ നിയമങ്ങളും കാലാനുസൃതമായി മാറണം. ഇപ്പൊ എന്താണ് വന്യജീവി നിയമം മാറണമെന്ന് 20 കൊല്ലം മുമ്പ് ആരും പറയണ്ടായിരുന്നില്ലല്ലോ. 10 കൊല്ലം മുമ്പ് ആരും പറഞ്ഞിരുന്നില്ലല്ലോ വന്യജീവി നിയമം മാറ്റണമെന്ന്. ഞങ്ങളാരും പറഞ്ഞില്ല, നിങ്ങളും പറഞ്ഞില്ല, മാധ്യമങ്ങളും പറഞ്ഞില്ല, ജനങ്ങളും പറഞ്ഞില്ല. ഇപ്പോ അന്നുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ വന്യജീവിയെയും ജീവികളെയും അതിന്റെ ആവാസ വ്യവസ്ഥകളെയും വംശനാശം വരുത്തുന്ന രീതിയിൽ ഉള്ള ഇടപെടാണ്. പോച്ചിങ് ആയിരുന്നു, ഹണ്ടിങ് ആയിരുന്നു, കയറിയിട്ട് എല്ലാ സ്ഥലത്തും. അതിനെ വംശം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. അതിനെതിരെയാണ് വന്യജീവി നിയമം വന്നത് ആ കാലത്ത്. അതുകൊണ്ടാണ് നാട്ടിലെ വനങ്ങളും വന്യജീവികളും നിൽക്കുന്നത്. ഇപ്പൊ കാലം മാറി. ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കള്ളിങ് കൊണ്ടില്ല, മൃഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അതനുസരിച്ചിട്ടാണ്. അല്ലാതെ വന്യജീവി നിയമം ഉണ്ടാക്കിയതിൽ 50 കൊല്ലം മുമ്പാണ്, 52 കൊല്ലം മുമ്പാണ് വന്യജീവി നിയമം ഉണ്ടാക്കിയത്. ഒരുപാട് നിയമങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയ നിയമങ്ങൾ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഭേദഗതി വരുത്തണം. ഇപ്പൊ കഴിഞ്ഞ ഒരു 5-8 കൊല്ലമായിട്ടാണ് ഈ ഡിമാൻഡ് പൊങ്ങി വരുന്നത്. അതിപ്പോൾ ഏറ്റവും ശക്തമായി ഉന്നയിക്കേണ്ട സമയമാണ്. അല്ലാതെ ഇതിൻ്റെ കോൺഗ്രസും BJP CPM ഒന്നുമില്ല. ഈ സമഗ്ര പദ്ധതിക്ക് ഒരു 600 കോടിയുടെ പാക്കേജ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അത് ഇതുവരെ അംഗീകാരം കിട്ടിയിട്ടില്ല. അതിനോടുള്ള ഈ സംസ്ഥാന സർക്കാരിനോട് ചേർന്ന് പ്രക്ഷോഭം അതൊക്കെ ചെയ്യാമല്ലോ. സംസ്ഥാനം ആവശ്യപ്പെട്ട പണം കേന്ദ്രം തന്നില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാം. പക്ഷെ സംസ്ഥാനം ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ഈ ബജറ്റിലെ അലോക്കേഷൻ എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ട്? പകുതി പൈസ. അതല്ലല്ലോ ഞാൻ പറഞ്ഞ, അതല്ലല്ലോ മറുപടി, അതല്ലല്ലോ. സംസ്ഥാന ഗവൺമെന്റിന്റെ അലോക്കേഷൻ പദ്ധതിക്ക് വേണ്ടി ചെലവാക്കിയതിന്റെ പകുതി പൈസ അത് വെട്ടിക്കുറച്ചിട്ട് അതിന്റെ പകുതി ചെലവാക്കിയിട്ടില്ല. മനസ്സിലായില്ലേ? അതിന്റെ പകുതി ചെലവാക്കി 4 കൊല്ലമായി ഈ ബജറ്റിൽ പൈസ വെച്ചിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയും പ്രതിരോധ നടപടി ഒരു കാര്യത്തിന് വേണ്ടിയും സ്വീകരിച്ചിട്ടില്ല. അതിനെ ന്യായീകരിക്കണ്ട. വനമന്ത്രി പറയുന്നത് താങ്കളുടെ നിർദ്ദേശങ്ങൾ ലഭിച്ചാൽ അത് കൃത്യമായി പരിഗണിക്കും, നിർദ്ദേശങ്ങൾ ആവശ്യമാണ് അദ്ദേഹത്തിന്. നിർദ്ദേശങ്ങൾ നിരന്തരമായി ഞങ്ങൾ നിയമസഭയിൽ പറയുന്നുണ്ട്. നിർദ്ദേശങ്ങൾ നിങ്ങൾ നിയമസഭാ റെക്കോർഡ് എടുത്ത് നോക്കൂ. ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ പ്രതിപക്ഷം ഈ വിഷയങ്ങൾ മുൻഗണന കൊടുത്തു. എല്ലാ അസംബ്ലി സെഷൻ, ഒരു അസംബ്ലി സെഷൻ പോലും ഈ മലയോരത്തെ പാവപ്പെട്ടവരുടെ സങ്കടം പറയാതെ ഞങ്ങൾ പോയിട്ടില്ല. ഒരു അസംബ്ലി സെഷൻ പോലും. എത്ര എല്ലാ സമ്മേളനങ്ങളിലും അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്ന്, സബ്മിഷനുകൾ കൊണ്ടുവന്ന്, അറ്റൻഷൻ കൊണ്ടുവന്ന്, ചർച്ചയിൽ സംസാരിച്ച് എല്ലാ അസംബ്ലി സെഷനിലും പ്രതിപക്ഷത്തിന് ജനങ്ങളോട്, മലയോരത്തെ ജനങ്ങളോട് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഒരു കാലത്തും അവരുടെ പ്രശ്നം ഇതുപോലെ സഭയിൽ പ്രതിഫലിച്ചിട്ടില്ല. ഒരു കാലത്തും. സാധാരണ രാഷ്ട്രീയ ജാഥയല്ലേ നടത്താറ്. രാഷ്ട്രീയ ജാഥ മാറ്റിവെച്ചിട്ടാണ് ഇത്രയും പ്രശ്നമുള്ള ഒരു സ്ഥലത്തുകൂടി ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ ഈ യാത്ര കൊണ്ട് ഇതൊരു മുൻഗണന ഇതിലേക്ക് കേരളത്തിൽ വരണം, അതിന് പരിഹാരം ഉണ്ടാകണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. പ്രതിപക്ഷത്തിന്റെ ജോലിയാണ് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി സർക്കാരിന്റെ മീതെ സമ്മർദ്ദം ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്യാൻ. ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളുടെ കുറവുണ്ടെങ്കിൽ അത് ഞങ്ങൾ ജാഥ കഴിയുമ്പോൾ കൃത്യമായിട്ട് എഴുതി ഒന്നും കൂടി കൊടുക്കാം. പക്ഷെ അദ്ദേഹം പറയാറുള്ളത് ഞാൻ മന്ത്രി ആയതുകൊണ്ടല്ല ആന കാട്ടിൽ നിന്ന് ഇറങ്ങണമെന്നൊക്കെയാണ് മറുപടി പറയാറ്.